ഏറ്റവും പുതിയ വാർത്ത പുറത്തുവരുന്നത് CPM നേതാവ് കസ്റ്റഡിയിൽ. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM നേതാവ് കസ്റ്റഡിയിൽ. പെരിയ ഇരട്ട കൊലപാതക കേസിൽ CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ കസ്റ്റഡിയിൽ എന്ന ഏറ്റവും പുതിയ വാർത്ത പുറത്തുവരുന്നു. അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, ഇയാൾ നേരത്തെ തന്നെ സംശയത്തിന് നിഴലിലായിരുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന സൂചനകളും പോലീസ് നൽകിയിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, നേരത്തെ തന്നെ കസ്റ്റഡി എടുത്തിരുന്നതിൽ ഒരാൾ, അതായത് ഇന്നലെ രാത്രിയോടുകൂടി കസ്റ്റഡി എടുത്തിരുന്നതിൽ ഒരാൾ പീതാംബരൻ ആണ് എന്നുള്ള ഒരു വിവരമാണ് അന്വേഷണ സംഘത്തിൽ വരുന്നത്. നേരത്തെ പീതാംബരനും CPM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനും മറ്റു ചിലർക്കും ഇവരോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് പീതാംബരനെ ഇപ്പോൾ കസ്റ്റഡി എടുത്തിരുന്നു. പീതാംബരൻ കൊലയെ തുടർന്ന് തന്നെ ഒളിവിലായിരുന്നു. പീതാംബരനെ കസ്റ്റഡി എടുത്തു എന്നുള്ളതാണ് സൂചനകൾ. അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2 തരത്തിൽ ആണ് ഇത് കൊലപാതകം നടന്നിരിക്കുന്നത്. ഒന്ന് കൊലപാതകത്തിന്റെ ഗൂഢാലോചന, മറ്റൊന്ന് ആസൂത്രണം. അങ്ങനെയാണെങ്കിൽ കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടന്നിരിക്കുന്നത് CPM പെരിയ ലോക്കൽ കമ്മിറ്റിയുമായി പെരിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നാണ്. ആസൂത്രണം നടത്തിയത് ആര് എന്നുള്ള കാര്യം ഇനി ആര് ഇത് കൃത്യം നടപ്പാക്കി എന്നുള്ള കാര്യം ഇനി വ്യക്തമാവാനുണ്ട്. അത് ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള കൊലപാതകമാണ് എന്നുള്ള സൂചനകൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും അതേപോലെ തന്നെ പോലീസും നേരത്തെ നൽകിയിരുന്നു. അത്തരത്തിലായിരുന്നു മുറിവുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇനി ആരാണ് കൃത്യം നടപ്പാക്കിയത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ലഭിക്കണം. അത് മാത്രമല്ല, ഗൂഢാലോചന എങ്ങനെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടതുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് അതിനുള്ള തെളിവുകൾ ശേഖരിക്കുകയായിരിക്കും ഇനി പോലീസിന്റെ മുന്നിലുള്ള ദൗത്യം. അത്തരത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ജീപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം കൊലപാതകികളുടെ സംശയിക്കുന്ന മൊബൈൽ ഫോൺ സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയിരുന്നു. സൈക്കിൾ നിന്ന് ലഭിച്ചിരിക്കുന്ന വിരലടയാളങ്ങൾ, ഈ സൂചനകൾ വെച്ചുകൊണ്ടാണ് പോലീസ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി ഫോൺ സംഭാഷണങ്ങളും ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടെ ആശ്രയിച്ചായിരിക്കും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും മറ്റ് കാര്യങ്ങളും. ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനോട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇനി എങ്ങനെയായിരിക്കും ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. അശ്വിൻ, അതായത് ഈ അറസ്റ്റിലായ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്ത 2 പേരിൽ ഒരാൾ ഈ പീതാംബരനാണ്. മറ്റേയാൾ ഈ ഫേസ്ബുക്കിലൂടെ ഇത് കൊല ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്ത ആളാണോ? മറ്റേ രണ്ടാമത്തെ ആളെ കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ അറസ്റ്റ് ഇന്നലെ കസ്റ്റഡി എടുത്തിരുന്നതിൽ ഒരാൾ ഇവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വധഭീഷണി മുഴക്കിയ ഒരാളാണ് എന്നുള്ള സൂചനകൾ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷെ പീതാംബരനെ ഇന്നലെ കസ്റ്റഡി എടുത്ത 2 പേരിൽ ഒരാൾ പീതാംബരനാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്ന് കൂടുതൽ പേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് എന്നുള്ള സൂചനയും അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇദ്ദേഹത്തെ പിന്നീടാണോ ഈ ആദ്യം 2 പേരെ കസ്റ്റഡി എടുത്തതിൽ ഇദ്ദേഹം ഉൾപ്പെട്ടിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കൂടുതൽ പേരെ കസ്റ്റഡി എടുത്തതിലാണോ ഇദ്ദേഹം ഉൾപ്പെട്ടത് എന്നുള്ള കാര്യം വ്യക്തമാവാനുണ്ട്. ഏതായാലും അശ്വിൻ, ഇപ്പോൾ മൊത്തം എത്ര പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്? ഇന്നലെ 2 പേരുടെ കാര്യം പറഞ്ഞിരുന്നു. ഇന്ന് കൂടുതൽ പേർ എന്ന് പറയുമ്പോഴും ഏകദേശ സൂചന വെച്ചിട്ട് എത്ര പേർ കസ്റ്റഡിയിലുണ്ട്? അത്തരത്തിലുള്ള വിവരം വല്ലതുമുണ്ടോ? ഏതാണ്ട് 5 പേരെ കൂടി കസ്റ്റഡി എടുത്തു എന്നുള്ള നിലയ്ക്കാണ് ഒരു സൂചന ലഭിക്കുന്നത്. മൊത്തം ഏതാണ്ട് 7 പേർ കസ്റ്റഡി ഉണ്ട് എന്നുള്ള ഒരു സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നില്ല. ഇത് ഇപ്പോൾ വളരെ മുൻപാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ചാണ് പീതാംബരൻ കസ്റ്റഡിയിലുള്ളതിൽ ഒരാൾ പീതാംബരനാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നത്. അതായത് ഈ 7 പേർ കസ്റ്റഡിയിലുണ്ട്. ഒരാൾ CPMന്റെ ഈ പീതാംബരനാണ്, ഒരാൾ ഫേസ്ബുക്കിലൂടെ ആഹ്വാനം ചെയ്ത CPM പ്രവർത്തകനാണ്. മറ്റ് 5 പേരിൽ ഈ പറഞ്ഞതുപോലെ ഈ കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള സൂചനകൾ പോലീസ് ഏതെങ്കിലും തരത്തിൽ നൽകുന്നുണ്ടോ അശ്വിൻ? ഇല്ല, കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആരും കസ്റ്റഡിയിലുള്ളതായി സൂചനകളൊന്നും ഇതുവരെ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അത് അവർ എവിടെയാണ് എന്നുള്ളത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടി തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. കൃത്യത്തിന് ശേഷം ഇവർ കർണാടകയിലേക്ക്, കാരണം ഈ പെരിയ എന്ന് പറയുന്നത് കർണാടകയുമായി വളരെ അടുത്ത്, മംഗലാപുരവുമായി വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. കൃത്യത്തിന് ശേഷം ഇവർ കർണാടകയിലേക്ക് കടന്നിരിക്കാം എന്നുള്ള ഒരു സൂചന ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് കർണാടകയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ പോലീസ് സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൂചന അനുസരിച്ച്
കൊലപാതകികൾ ജില്ല വിട്ട് പോയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സൂചനയാണ്. ഏതായാലും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആരും കസ്റ്റഡിയുണ്ട് എന്നുള്ള നിലക്കുള്ള യാതൊരു സൂചനകളും ലഭിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണം, അതേപോലെ ഇവരുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്ന ആളുകൾ, അത്തരം ആളുകളാണ് കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളൊരു സൂചനയാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നേരത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനൊക്കെ പറഞ്ഞത് ഇതിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ കാര്യം ഇവിടെ പറയുകയാണ്. സിപിഎം പ്രാദേശിക നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. അത് അങ്ങനെയാണെങ്കിൽ ഇത് സിപിഎം പ്രാദേശിക നേതൃത്വം മാത്രമാണോ ഇക്കാര്യം അറിഞ്ഞിരുന്നത് എന്നുള്ള നിലയിലേക്കൊക്കെ ഇനി കാര്യങ്ങൾ അത്തരത്തിലാണ് അശ്വിൻ ഈ പ്രാദേശിക നേതൃത്വം ഈ പീതാംബരൻ അടക്കമുള്ളവർ നടത്തിയ ഗൂഢാലോചന, പീതാംബരനുമായി ബന്ധപ്പെട്ട് അവിടെ പ്രാദേശികമായി ഉണ്ടായ തർക്കം, അത് ഒരു കൊലപാതകത്തിലേക്ക് പോകണമെങ്കിൽ അതിന് മുകളിലുള്ള നേതാക്കൾ അറിഞ്ഞിരിക്കണം. അത്തരത്തിലുള്ള സൂചനകളും പോലീസിന് ലഭിക്കുന്നുണ്ടോ? ആ രീതിയിലും അന്വേഷണം നടക്കുന്നുണ്ടോ? അന്വേഷണം ആ രീതിയിലേക്ക് ഇനി അടുത്ത ഘട്ടത്തിൽ മാത്രമേ നീങ്ങാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഏതായാലും പോലീസിന്റെ ശ്രമം ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ള ലക്ഷ്യം വെച്ച് ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇവർ സമയം വൈകുന്തോറും ഇവർ രക്ഷപ്പെടാനും മറ്റ് ഒളിവ് സങ്കേതങ്ങളിലേക്ക് പോകാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ്. നേരത്തെ TP കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യഘട്ടത്തിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും പോവുക. ഇതിൽ സിപിഎമ്മിന്റെ ഒരു സംവിധാനം വെച്ചിട്ട് കോൺഗ്രസ് നേതാക്കളൊക്കെ ആരോപിക്കുന്ന ഒരു കാര്യം അതാണ്. സിപിഎമ്മിന്റെ ഒരു സംവിധാനം അനുസരിച്ച് അത് തീർച്ചയായും പ്രാദേശിക നേതൃത്വത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നൊരു ആരോപണം കോൺഗ്രസ് നേതൃത്വം ഇന്നലെ ആരോപിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇത് സിപിഎം തന്നെ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ, അതായത് പോലീസ് അന്വേഷണം ഇത് തൃപ്തികരമാവില്ല. സിപിഎം ഉന്നത നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ടെങ്കിൽ ആ കാര്യം പുറത്തുവരില്ല, ഇത് CBI തന്നെ അന്വേഷിക്കണം എന്നുള്ള തരത്തിൽ ഒരു ആവശ്യവും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മുന്നോട്ടേക്ക് വെച്ചിരുന്നു. ആ തരത്തിൽ ഇനി അവർ ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് സാധ്യത. കാരണം CPM ലോക്കൽ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കസ്റ്റഡിയിലായ ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ KK രമ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. KK രമ, കൃത്യമായും ഈ സംഭവത്തിന് പിന്നിൽ CPM പ്രാദേശിക നേതൃത്വത്തിന്റെ പങ്ക് വ്യക്തമാവുകയാണ്. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്ന വാർത്തകൾ പുറത്തുവരുന്നു. എന്താണ് ഈ കൊലപാതകത്തോട് ഈ CPMന്റെ പങ്കിനെ കുറിച്ച് രമയ്ക്ക് പറയാനുള്ളത്? അതിൽ CPM ആണ് എന്ന് വളരെ വ്യക്തമാണ്. CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ പീതാംബരൻ ഇപ്പോൾ അറസ്റ്റിലായി എന്ന് പറയുമ്പോൾ ആ ലോക്കൽ കമ്മിറ്റിയിൽ അത് ഒതുങ്ങി നിൽക്കില്ല. അതിനപ്പുറത്തേക്ക് അതിന്റെ മാനങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു ലോക്കൽ മാത്രം ആലോചിച്ച് ഇത്രയും ക്രൂരമായിട്ട് ഇതിന്റെ കൊലപാതകം നടത്താൻ വേണ്ടി കഴിയില്ല. കൊലപാതകം വളരെ കൃത്യമായ ആസൂത്രണമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സംഘം ചേർന്ന് വണ്ടിയിലെത്തി ഇവർ പോകുന്ന സമയം നോക്കി ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് CPMന്റെ ഒരു സംഘടനാ സംവിധാനം വെച്ചിട്ട് ഒരു കാരണവശാലും ഇതൊരു ലോക്കൽ കമ്മിറ്റിയിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇതിന്റെ ആലോചന നടന്നിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ അന്വേഷണം കേരള പോലീസിനെ ഏൽപ്പിക്കരുത്. ഇത് CBIയെ കൊണ്ടോ മറ്റേ ഏജൻസിയെ കൊണ്ടോ അന്വേഷിപ്പിക്കണം. വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണത്തിന് വേണ്ടി ഈ വീട്ടുകാർ ആവശ്യപ്പെടുന്നു ഞാൻ വിചാരിക്കുകയാണ്. ഒരു കാരണവശാലും കേരള പോലീസ് ഇത് അന്വേഷിച്ച് വളരെ കൃത്യമായി കണ്ടുപിടിക്കുക. കാരണം ഭരണം CPMന്റെ കയ്യിലാണ്. CPM ഭരിക്കുന്ന പോലീസാണ്, CPM നിയന്ത്രിക്കുന്ന പോലീസാണ്, പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പോലീസാണ്, ജയരാജൻ നിയന്ത്രിക്കുന്ന പോലീസാണ്. ഒരു കാരണവശാലും ഇതിന് കൃത്യമായ അന്വേഷണം നടക്കുകയോ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയോ ചെയ്യില്ല. വളരെ ക്രൂരമായ സംഭവങ്ങളാണ്. നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും കൊലപാതകം അവസാനിപ്പിക്കണമെന്ന് നമ്മളൊക്കെ ഹൃദയങ്ങളിൽ നിന്ന് ഓരോ ഇതായിക്കൊണ്ട് വരുന്ന സന്ദർഭങ്ങൾ പോലും പല പല സന്ദർഭങ്ങൾ നമുക്കുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് അവസാനിക്കണമെങ്കിൽ ഇതിന്റെ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്താൻ വേണ്ടി കഴിയുന്ന അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവരാണ് പിടിക്കപ്പെടുന്നത്. വളരെ ചൂളുകളായ കുറെ ആളുകളെ മാത്രമല്ല അതിനപ്പുറത്തേക്കുള്ള അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ ഇതിനാരാണോ ഏത് നേതൃത്വമാണ് ഇതിന് പിന്നിലുള്ളത് എന്നതാണ് കണ്ടെത്തേണ്ടത്. ആ നേതൃത്വത്തിന്റെയാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്. നന്ദി KK രമ. ഇത്തരത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടി ഉന്നയിച്ചു കഴിഞ്ഞു. ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല. നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിവരികയായിരുന്നു കൊച്ചിയിൽ. അതിലേക്ക് ഒന്നുകൂടി പോകാമെന്ന് കരുതുന്നു.